വെൽക്കംസ് ടു ഈസി ലേൺ ആൻഡ് അബാക്കസ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോണത് എന്താണ്? അബാക്കസ്. അബാക്കസിൻ്റെ ടൂളാണ് ഇത് കേട്ടോ. അപ്പം മെയിനായി വേണ്ടത് എന്താണ്? അബാക്കസിൻ്റെ ടൂളാണ്. പിന്നെ അതിൽ പുസ്തകംസാണ്. അപ്പം നമുക്ക് അബാക്കസിനെ കുറിച്ചൊന്ന് ചെറുതായി നോക്കിയാലോ? അപ്പോൾ ഇതാണ് അബാക്കസ് ടൂള്. ഇത് വന്നിട്ട് ടൂളിൻ്റെ ഔട്ടർ ഫ്രെയിമാണ്. അപ്പോൾ ഈ ടൂളിൻ്റെ ഔട്ടർ ഫ്രെയിമാണ് ഈ സംഭവം. ഇത് വന്നിട്ട് മിഡിൽ ബാർ. അപ്പോൾ ഈ പോയിൻറ്റേഴ്സിന് പറയുന്ന പേരാണ് ഹൗസ് പോയിൻറ്റേഴ്സ്. പിന്നെ ഇത് ഈ ബീഡ്സുകൾ കണ്ടില്ലേ, കുറേ ബീഡ്സുകൾ, അതിനെ പറയുന്ന പേര് തന്നെയും ബീഡ്സ് എന്നുള്ളത് കേട്ടോ. അതിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതൊക്കെ താഴത്തെ ബീഡ്സൊക്കെ ലോവർ ബീഡ്സും മേലത്തെ ബീഡ്സൊക്കെ അപ്പർ ബീഡ്സുമാണ്. അപ്പർ ബീഡ്സിൻ്റെ വാല്യൂസൊക്കെ എന്താണ്? മേലത്തെ ബീഡ്സിൻ്റെ വാല്യൂ 5 ആണ്. ഇപ്പോൾ 5, 15 അങ്ങനെയുള്ള വാല്യൂസാണ് മേലത്തെ ബീഡ്സുകൾ. താഴത്തെ 1, 2, 3 അങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് അബാക്കസ് ടൂളിനെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് അബാക്കസ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. 1 to 10 വരെ അറിയുന്നവർക്ക്, 0 to 10 വരെ അറിയുന്നവർക്ക് എന്താണ്? അബാക്കസ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി നമുക്ക് അബാക്കസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് അബാക്കസ് പിടിക്കുന്നത്. നമ്മളുടെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കണം. പിന്നെ ഈ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കൈ കൊണ്ടാക്കണം. അപ്പോഴാണ് അപ്പർ ബീഡ്സും ലോവർ ബീഡ്സും സെറ്റായി നിൽക്കുകയുള്ളൂ. നമ്മൾ ഫസ്റ്റ് ടൂൾസ് വാങ്ങണം കേട്ടോ. ടൂൾസ് ഇല്ലാണ്ട് ഒന്നും പറ്റില്ല അബാക്കസ്. പിന്നെ ഈ മിഡിൽ ബാറിൻ്റെ സെൻറ്റർ പോയിൻറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാൽക്കുലേറ്റ് തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.